മുറിവാലനും ചക്കക്കൊമ്പനും ഏറ്റുമുട്ടി. മുറിവാലൻ ചെരിഞ്ഞു. ഒരു ചതിയായിരുന്നു അത്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത വലിയ പ്രാധാന്യം നേടി. നേരത്തെ നമുക്കറിയായിരുന്നു ചിന്നക്കനാലിലും മൂന്നാറിലൊക്കെ അരിക്കൊമ്പൻ നാടിനെ വിറപ്പിച്ചു. പക്ഷെ നാട്ടുകാരോട് സ്നേഹം ഉണ്ടായിരുന്നു. അരിക്കൊമ്പൻ അരിയെടുക്കും റേഷൻ കടയിൽ നിന്ന്, വീടുകളിലെ അവിടുന്നും അരി ഉണ്ടയെടുക്കും. അങ്ങനെ അരിക്കൊമ്പൻ്റെ ശല്യം മൂത്തു. അവനോട് എല്ലാവർക്കും സ്നേഹം ഉണ്ടായിരുന്നു. ആരെ അധികം പേരെ ഉപദ്രവിക്കത്തില്ല. പഴയ ചില ഹിസ്റ്ററികൾ അങ്ങനെ കിടപ്പുണ്ടെങ്കിലും അവനെ നാട് കിടത്തി. അരിക്കൊമ്പനെ ഇവിടെ നിന്ന് ലോറിയെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടു. തേക്കടി വനത്തിൽ കൊണ്ട് വിട്ട് ഇപ്പം തമിഴ്നാട് ഭാഗത്ത് അവനുണ്ട്. പക്ഷേ നമുക്കൊക്കെ സങ്കടം വന്നു. പിന്നെ നമുക്കവിടെ മൂന്നാറ് ചിന്നക്കനാലിലും അവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരായിരുന്നു. അത് മുറിവാലനും ചക്കക്കൊമ്പനുമായിരുന്നു. മുറിവാലന് 45 വയസ്സുണ്ട്. ചക്കക്കൊമ്പന് കുറച്ചുകൂടെ ചെറുപ്പമാണ്. രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ച മുമ്പ് അവർ തമ്മിലൊന്ന് ചെറുതായിട്ടൊന്ന് ഏറ്റുമുട്ടി. മുറിവാലനും ചക്കക്കൊമ്പനുള്ള ഏറ്റുമുട്ടൽ അധികം നേരം നിന്നില്ല. മുറിവാലൻ പിൻവലിഞ്ഞു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ആദ്യത്തെ ഏറ്റുമുട്ടലിൽ പരസ്പരം കൊമ്പ് കോർത്തു, ബലാപരീക്ഷണം നടത്തി. അപ്പം മുറിവാലിന് മനസ്സിലായി തന്നേലും ശക്തിമാനാണ് ചക്കക്കൊമ്പനെന്ന് അന്ന് കൊമ്പ് കോർത്തപ്പം മനസ്സിലായി. അതുകൊണ്ട് പിൻവാങ്ങി. ഗുരുവാദിയും ശക്തിയോടെ വീണ്ടും വരാം. പിൻവാങ്ങിപ്പോയി. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഏറ്റുമുട്ടി. നമുക്ക് ഇന്ത്യയിലെ മഹാഭാരത യുദ്ധം ഒക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ചതിയില്ല, ഫേസ് ടു ഫേസ് ആണ്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടും. രാവിലെ ഇത്ര നാഴികയ്ക്ക് യുദ്ധം തുടങ്ങിയാൽ ഇത്ര നാഴികയ്ക്ക് അവസാനിക്കും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ചതിക്കാൻ പാടില്ല, പിന്നിൽ നിന്ന് കുത്താൻ പാടില്ല. അതൊക്കെ നമ്മുടെ പുരാണത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതയുദ്ധത്തിലെ നിയമങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, ചതിയൻ ചന്തുവിൻ്റെ കാര്യം നമുക്കറിയാം. ചതി പാടില്ല. ഇവിടെ ഒരു ചതി നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. 10 ദിവസം മുമ്പത്തെ ആദ്യത്തെ ഏറ്റുമുട്ടൽ ചെറിയ തോതിൽ നടത്തി പിൻവാങ്ങി രണ്ടുപേരും. അതിനുശേഷം രണ്ടാമത്തെ ഏറ്റുമുട്ടലില് മുറിവാലൻ അറിഞ്ഞേയില്ല. തീറ്റ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നിൽ കൂടെ വന്ന് ചക്കക്കൊമ്പൻ കൊമ്പ് വാലിൻ്റെ തുടയ്ക്കും പിൻവശത്ത് ആഴ്ത്തി കുത്തി ഇറക്കി. ചില റിബ്സുകളൊക്കെ ഒടിഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത്. വല്ലാത്ത വ്രണം ഉണ്ടായി. അവിടെ നിന്ന് മുറിവാലൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അപ്പുറത്ത് വീണു. ആ വീഴ്ച 3 ദിവസം കിടന്നു എന്നാണ് പറയുന്നത്. അപ്പം വീണു എന്ന് മനസ്സിലായി ഫോറസ്റ്റുകാർക്ക്. അവർ ഡോക്ടർ അരുൺ ചക്രിയെ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. അടുത്ത ദിവസം അരുൺ ചക്രിയ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ രാത്രിയിൽ മുറിവാലൻ ചെരിഞ്ഞു. ഇടുക്കിയിലുള്ളവർക്ക്, മൂന്നാറിലുള്ളവർക്ക് വലിയ സങ്കടമായി പോയി. കാരണം 3 പേരായിരുന്നു അവിടെ നമുക്കുണ്ടായിരുന്ന ആനകൾ. അതിൽ ഒരാളെ അവിടുന്ന് തൂക്കിക്കൊണ്ട് പോയി. അരിക്കൊമ്പൻ അവിടുന്ന് തമിഴ്നാട് കാട് കയറി അവിടെ സുഖമായിട്ട് കഴിയുന്നു. കുറേ നാൾ നമ്മൾ അരിക്കൊമ്പൻ്റെ പുറകെയൊക്കെ നടന്നു നോക്കി. അവൻ തിരിച്ചു വരുമോ? പലർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ തിരിച്ചു വരണമെന്നാണ് ഭൂരിപക്ഷം ആനപ്രേമികളും ഇടുക്കി നിവാസികളും ആഗ്രഹിച്ചത്. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻ വരണം. അവനെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മുറിവാലിനും ചക്കക്കൊമ്പനുമാണ്. അത് ചക്കക്കൊമ്പൻ ഒരു ചതിയൻ ചന്തുവാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. മുറിവാലിനെ പിന്നിക്കൂടെ പോയി പ്രതീക്ഷിക്കാതെ ഉള്ള കുത്ത് മാരകമായിരുന്നു. അങ്ങനെയാണ് മുറിവാലൻ ചെരിഞ്ഞത്. എന്തായാലും ഇനി
അവിടെ ഇടുക്കിയിൽ നമുക്ക് ചക്കക്കൊമ്പനേ ഉള്ളൂ. 10-23 ആനകൾ, പെണ്ണാനകളും ഒക്കെ അവിടെ ഉണ്ട്. ഇവൻ മാത്രമേ ഉള്ളൂ ചങ്കൂറ്റമുള്ള ഒരാണായിട്ടുള്ളൂ. ബാക്കി രണ്ടുപേരും പോയി. ഒരാൾ ഇപ്പം ചെരിഞ്ഞു പോയി, മറ്റൊരാൾ അവിടുന്ന് നാടുകടത്തപ്പെട്ടു. ഏതായാലും ഇപ്പം ചക്കക്കൊമ്പൻ്റെ ഒരു വരുതിയിൽ നിൽക്കുന്ന പിടിയാനകൾ മാത്രമേ അവിടെ ഉള്ളൂ. 23 ആന ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ചക്കക്കൊമ്പൻ നിർബാധം ഇപ്പം നാട്ടിലോട്ട് ഇറങ്ങും. വലിയ ശല്യമൊന്നും ചെയ്യുന്നില്ല. എങ്കിലും ചില ഷെഡുകളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ചില ആഹാര പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് പോകും. ചില ആൾക്കാർ ചില സന്ദർഭത്തിൽ ചില ആൾക്കാർ കല്ലെടുത്തെറിഞ്ഞ് അവരെ വിരട്ടി ഓടിക്കും. പക്ഷേ പൊതുവെ ഈ അടുത്ത കാലത്തൊന്നും അയാൾ ആരെയും ഉപദ്രവിച്ചതായിട്ട് കണ്ടില്ല. എങ്കിലും ഒറ്റയ്ക്കാണ്. 10-21 പേരെ മേയ്ക്കാനുണ്ട്. എന്തായാലും പിന്നിൽ കൂടി ചതിയൻ ചന്തുവിൻ്റെ അതേ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടാണ് മുറിവാലൻ ചെരിഞ്ഞത് എന്നാണ് നാട്ടുകാർ പറയുന്നത്.